theborderofamind.com അജ്മലിന്റെ ഈ വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വിശകലന പരമ്പരയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് വീണ്ടും സ്വാഗതം. അറിയാലോ, ഇത് അജ്മൽ വർഷങ്ങളായി ശ്രദ്ധയോടെ നോക്കുന്ന ഒരു ഡിജിറ്റൽ ഇടമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളും ജിജ്ഞാസകളും ഒക്കെ അവിടെ കാണാം. എഴുത്തും കലയും ദൃശ്യങ്ങളും ഒക്കെയുണ്ട്. ഒരു കണ്ടെത്തലിന്റെ അത്ഭുതങ്ങളുടെ ലോകം എന്നൊക്കെ പറയാം. നമ്മളിന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറ്റൻഷൻ അബണ്ടൻസ്, അതായത് ശ്രദ്ധയുടെ സമൃദ്ധി എന്നൊരു ചിന്തയെക്കുറിച്ചാണ്. ശരിക്കും ഈ അറ്റൻഷൻ അബണ്ടൻസ് എന്നതുകൊണ്ട് അജ്മൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിലും നമ്മുടെ മുഴുവൻ ശ്രദ്ധ ആർക്കെങ്കിലും കൊടുക്കുന്നത് അതൊരു വലിയ ഔദാര്യമാണെന്നാവും, അല്ലേ? തീർച്ചയായും. ശ്രദ്ധയുടെ ആ ഒരു മൂല്യത്തെക്കുറിച്ച് ശരിക്കും ആഴത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അജ്മൽ പറയുന്നത്. വെറുതെ ശ്രദ്ധിക്കുക എന്നല്ല, അതൊരു വലിയ സമ്മാനമാണ്, ഒരു ഗിഫ്റ്റാണ് എന്ന രീതിയിലാണ്. അതെ, അജ്മൽ പറയുന്നുണ്ട് നമ്മുടെ മുഴുവൻ ശ്രദ്ധ, ആ പൂർണ്ണമായ ശ്രദ്ധ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമാണെന്ന്. കാരണം നമ്മുടെ സമയം കൊടുക്കുന്ന പോലെയാണല്ലോ അത്. സമയം തിരിച്ചു കിട്ടില്ലല്ലോ. ശരിയാണ്, സമയം അത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല, വീണ്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് മുഴുവൻ ശ്രദ്ധ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വിഭവം കൊടുക്കുകയാണ്. അജ്മൽ ആ ഔദാര്യം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആഴം വരുന്നുണ്ട്. ശ്രദ്ധ എന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല, മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണത്. ഇന്നത്തെ കാലത്തേത് ശരിക്കും ഒരു വെല്ലുവിളിയാണ് എന്നും പറയുന്നുണ്ട്, അല്ലേ? ഓ, തീർച്ചയായും. ചുറ്റും നോക്കിയാൽ എപ്പോഴും ശ്രദ്ധ മാറ്റാൻ എന്തെങ്കിലും ഉണ്ടാവും. ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ഒരു സ്വൈപ്പ്, അപ്പോൾ അടുത്തതിലേക്ക് പോയി. അങ്ങനെയുള്ളൊരു ലോകത്ത് ഒരാളിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എന്നത് അതിനൊരു ബോധപൂർവമായ തീരുമാനം വേണം, ഒരു ഡിസിപ്ലിൻ വേണം, ഒരു ശീലം. അത് വളർത്തിയാലുള്ള ഗുണങ്ങളെപ്പറ്റിയും അജ്മൽ പറയുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ അത് കൂടുതൽ ആഴത്തിലാവും, മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, ഒരു സഹാനുഭൂതി വരും. അത് കിട്ടുന്ന ആൾക്ക് മാത്രമല്ലല്ലോ ഗുണം, അല്ലല്ല, കൊടുക്കുന്ന ആൾക്കും കൂടിയാണ്. കാരണം നമ്മൾ ആ നിമിഷത്തിൽ ആ ലോകവുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്, ശരിക്കും അവിടെ പ്രസന്റ് ആവുകയാണ്, വെറുതെ കേൾക്കുകയല്ല. അദ്ദേഹം ഒരു പേഴ്സണൽ നോട്ട് കൂടി ചേർത്തിട്ടുണ്ടല്ലേ? ഈ ചിന്തകളുമായി ചേർന്ന് നിൽക്കുന്ന ചിലരുമായിട്ട് നല്ല ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ഇത് വായിക്കുന്ന അവരോടൊരു നന്ദി പറയുന്ന പോലെ. അതെ അതെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഡിജിറ്റൽ യുഗത്തില് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ എന്ന് പറയുന്നത് അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്നും എന്നാൽ കിട്ടാൻ എത്ര പ്രയാസമുള്ളൊരൊന്നായി മാറിയിരിക്കുന്നു എന്നുമാണ് ഈ കുറിപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരിയാണ്. നമ്മളൊക്കെ നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്, ഇതൊക്കെ ഒന്നുകൂടി കാര്യമായിട്ട് ആലോചിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. അപ്പോ അജ്മലിന്റെ ഇതുപോലെയുള്ള കൂടുതൽ ചിന്തകൾ, അദ്ദേഹത്തിന്റെ കല, മറ്റെഴുത്തുകൾ, പിന്നെ ഈ ആശയങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പോഡ്കാസ്റ്റുകളുമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് theborderofamind.com theborderofamind.com എന്ന ബ്ലോഗിൽ കാണാം, കേൾക്കാം, വായിക്കാം. ജിജ്ഞാസയ്ക്കും അത്ഭുതങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുക്കിയിട്ടുള്ള ആ വെർച്വൽ ലോകം ഒന്ന് സന്ദർശിച്ചു നോക്കൂ. നല്ലൊരു നിർദ്ദേശമാണ്. അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ വിശകലന പരമ്പരയിലെ അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത. അജ്മൽ പറഞ്ഞ പോലെ നാളെയോ അല്ലെങ്കിൽ ഇന്ന് തന്നെയോ ഒരു 5 മിനിറ്റ് ബോധപൂർവം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ മറ്റൊരാൾക്കൊന്ന് കൊടുത്തു നോക്കിയാലോ? അതെങ്ങനെയുണ്ടാവും? ആ ബന്ധത്തിൽ അതൊരു മാറ്റം കൊണ്ടുവരുമോ? ആലോചിച്ചു നോക്കൂ.